ഒരു സംശയ നിവാരണ മധ്യേ സ്വാമിജി പറഞ്ഞു, ഒരാൾ ബ്രഹ്മനിഷ്ഠൻ എന്ന് പറയുന്നത് ബാഹ്യമായി ശ്രവണ മനനം തുടങ്ങിയ തപശ്ചര്യകൾ കാരണം ഉണ്ടാക്കിയെടുത്ത ബാഹ്യമായ ചര്യയാണ് വ്യവഹാരത്തിൽ നിഷ്ഠ കൊടുക്കുന്നത്. ഒരാൾ ബ്രഹ്മനിഷ്ഠൻ എന്ന് പറയുന്നത് ബാഹ്യമായി ശ്രവണ മനനം തുടങ്ങിയ തപശ്ചര്യകൾ കാരണം ഉണ്ടാക്കി എടുത്ത ബാഹ്യമായ ചര്യയാണ് വ്യവഹാരത്തിൽ നിഷ്ഠ കൊടുക്കുന്നത്. അതിന് ദൃഢത കൊടുക്കുന്നത് ആന്തരികമായ അനുഭവമാണെന്ന്. അപ്പോൾ ഒരാൾക്ക് തപശ്ചര്യാദികൾ ഇല്ലാതെ അനുഭവത്തിലേക്ക് എത്താൻ സാധിക്കുമോ? അവധൂതന്മാർക്ക് ബ്രഹ്മനിഷ്ഠ പറയാൻ സാധിക്കില്ലേ? ബ്രഹ്മനിഷ്ഠൻ എന്ന പദം ആത്മജ്ഞാനിയെ വിശേഷിപ്പിക്കുന്ന സംജ്ഞയല്ലേ? അവധൂതന്മാർക്ക് അനുഭവത്തിൽ നിഷ്ഠ ഇല്ല എന്ന് വരില്ലേ? ഇത് വളരെ സങ്കീർണമായൊരു പ്രശ്നമാണ്. ഏതായാലും നല്ല ചിന്തയാണ്, സൂക്ഷ്മ വിചാരമാണ്. അതിനെ ആദ്യം തന്നെ അഭിനന്ദിക്കട്ടെ. ഇവിടെ ബ്രഹ്മണി നിതരാം തിഷ്ഠതി, ബ്രഹ്മത്തിൽ നല്ലപോലെ അഭിന്ന വൃത്തിയിൽ ഉറച്ചിരിക്കുന്നു എന്നാണ് ബ്രഹ്മനിഷ്ഠ ശബ്ദത്തിനർത്ഥം. ഈ ബ്രഹ്മനിഷ്ഠൻ എന്നുള്ളത് ലോകത്തിൽ നമ്മൾ ചിലപ്പോൾ ശാസ്ത്രശ്രവണാദി ചെയ്ത ഒരാളെ കൊണ്ടായിരിക്കാം പറയുക, അല്ലെങ്കിൽ ശാസ്ത്ര വ്യാഖ്യാനാദി ചെയ്യുന്ന ഒരാളെ ആയിരിക്കാം പറയുക. അങ്ങനെ പറഞ്ഞാൽ അതിൽ തെറ്റില്ല. കാരണം ബ്രഹ്മശബ്ദത്തിന് വേദം എന്നർത്ഥമുണ്ട്. വേദത്തിൽ നിഷ്ഠയുള്ള ആളെ ബ്രഹ്മനിഷ്ഠ എന്ന് വിളിച്ചാൽ ഒരു തെറ്റുമില്ല. പക്ഷേ ബ്രഹ്മനിഷ്ഠ ശബ്ദത്തിൻ്റെ സൂക്ഷ്മാർത്ഥം അതല്ല. കാരണം ശ്രുതി ശ്രോത്രിയ ശബ്ദത്തെയും ബ്രഹ്മനിഷ്ഠ ശബ്ദത്തെയും ഒന്നിച്ചുപയോഗിക്കുന്നത് കൊണ്ട് ശ്രോത്രിയ ശബ്ദാർത്ഥമല്ല ബ്രഹ്മനിഷ്ഠ ശബ്ദാർത്ഥം എന്നുള്ളതാണ്. ഒന്നിച്ചു പോണേ. എവിടെയെങ്കിലും സംശയം ശേഷിക്കുന്നുണ്ടെങ്കിൽ പറയണം. അപ്പോൾ ശാസ്ത്രനിഷ്ഠ അതല്ല ബ്രഹ്മനിഷ്ഠ, അതിനപ്പുറത്താണ്. അതെന്താണ്? അത് വിജ്ഞാനമാണ്, സ്വാനുഭൂതി സമ്പന്നതയാണ്. ഈ വിജ്ഞാനത്തിലേക്ക്, സ്വാനുഭൂതി സമ്പന്നതയിലേക്ക് ഒരാൾ ഉയരുന്നുവെങ്കിൽ അയാൾ ബ്രഹ്മനിഷ്ഠനാണ്. അതിനർത്ഥം അയാൾ ശ്രോത്രിയനായിരിക്കണം എന്ന് നിഷ്കർഷമൊന്നും പറയാൻ പറ്റില്ല. കാരണം ജന്മജന്മാന്തരങ്ങളിൽ ചെയ്ത ശ്രവണ സംസ്കാരത്തോടുകൂടി വന്ന ഒരാൾ ലേശം ഒരു ആവരണത്തിൻ്റെ ശേഷിപ്പേ ഉള്ളൂ. അയാൾക്ക് ഈ ജന്മത്തിൽ ബഹുശാസ്ത്ര ശ്രവണമൊന്നും ഇല്ലാതെ തന്നെ ഈ ബ്രഹ്മനിഷ്ഠയിലേക്ക് ഉയരാൻ കഴിയും. കാരണം അയാളിൽ ജന്മജന്മാന്തരകൃതമായ ശ്രവണ മനന നിധിധ്യാസ ഫലമായ ആ അറിവുണ്ട്, ആ സംസ്കാരമുണ്ട്. ഒരാള് അനേക വർഷം ശ്രവണ മനന നിധ്യാസങ്ങളെ ചെയ്തത് കൊണ്ട് ബ്രഹ്മനിഷ്ഠനാവണമെന്നില്ല. ഇത് പുറമേ ഒരാൾക്ക് പറയാൻ കഴിയില്ല എന്ന് അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്. ഒരാള് നമ്മൾ സാധാരണ ഓർമ്മിക്കാറും പറയാറുമുള്ള ദൃഷ്ടാന്തം ആവർത്തിച്ചാൽ, ഒരു വലിയൊരു കരിങ്കല്ല് അടിച്ചു പൊട്ടിക്കുകയാണ്. അയാൾക്കറിയില്ല എത്ര അടി അടിച്ചാൽ പൊട്ടുമെന്ന് അയാൾക്കറിയില്ല. അയാൾക്കൊന്നേ അറിയുള്ളൂ, പൊട്ടുന്നത് വരെ അടിക്കണം, അത്രേ അറിയുള്ളൂ. നമ്മൾ കണക്കാക്കുക, ഒരു 50 അടി അടിച്ചാൽ പൊട്ടുമെന്ന് നമ്മളങ്ങ് വിചാരിക്കുക. അയാൾക്കറിയില്ല. അയാളൊരു 49 അടി അടിച്ചു, ക്ഷീണിച്ചു. ഒരു അടുത്ത് കടയിൽ പോയി ഒരു ചായയും പൊറാട്ടയും ഒക്കെ കഴിച്ചു. തിരിച്ചു വന്നു, ഒരൊറ്റ അടി പൊട്ടി. ഈ സമയത്താണ് ഒരാൾ നടന്നു വരുന്നത്. അയാൾ മഹാത്ഭുതം കാണുകയാണ്. എന്താ വന്നത് കാണുന്നത്? ഉയ്യോ, ഇത്ര വലിയൊരു കല്ലൊരു ഒറ്റയടിക്ക് പൊട്ടിച്ചല്ലോ ഇയാൾ. ആള് തിരക്കേടില്ലല്ലോ. വാസ്തവത്തിൽ എന്താണ്?
49 അടി അയാൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് പുതുതായിട്ട് വന്ന ആൾക്കറിയില്ല. അയാൾ കാണുന്നത് ഒരടിക്ക് വലിയ കല്ല് പൊട്ടിക്കുന്നതാണ്. ഇതുപോലെ ജന്മജന്മാന്തരമായി ചെയ്ത സാധനാ സമ്പത്തോടു കൂടി വരുന്ന ഒരാൾ ഒറ്റ ശ്രവണം കൊണ്ടോ ഒറ്റ വിചാരം കൊണ്ടോ ബ്രഹ്മനിഷ്ഠയിലേക്ക് ഉയർന്നേക്കാം. അപ്പൊ അവിടെ ശ്രവണം ചെയ്തിട്ടുണ്ട് അയാൾ, ഇല്ലാന്ന് പറയരുത്. ഈ ജന്മത്തിലല്ലെന്നേ ഉള്ളൂ. അങ്ങനെ സംഭവിക്കാം. ഇനി ഈ ചെയ്യുന്ന ശ്രവണ മനന നിധ്യാസങ്ങളോ തപശ്ചര്യകളോ ഒരിക്കലും വെറുതെ ആവില്ല എന്നും മനസ്സിലാക്കുക. അതിൻ്റെ ബാക്കിയാണ് തുടർന്ന് ചെയ്യേണ്ടി വരുള്ളൂ. ഒരിക്കലും ഇത് നഷ്ടപ്പെടില്ല, അത് പ്രത്യേകം മനസ്സിലാക്കുക. ഇനി ബ്രഹ്മനിഷ്ഠയൊന്നും ഉണ്ടായില്ലെങ്കിൽ തന്നെയും ശ്രോത്രിയനായി പരോക്ഷജ്ഞാനം നേടിയാൽ തന്നെ വലിയൊരു ബലം ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട്. അവധൂതന്മാർക്ക് ബ്രഹ്മനിഷ്ഠ പറയാൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും അവർ ബ്രഹ്മനിഷ്ഠരായിരിക്കാം, അല്ലായിരിക്കാം. ഒരാൾ അവധൂതനാണെന്നുള്ളത് കൊണ്ട് അയാൾ ബ്രഹ്മനിഷ്ഠനാണെന്നോ അല്ലെന്നോ അർത്ഥമില്ല. എന്താ അങ്ങനെ പറഞ്ഞത്? അതൊരു ഒഴിഞ്ഞുമാറൽ പറച്ചിലല്ലേ? അല്ല, ഒഴിഞ്ഞുമാറൽ പറച്ചിലല്ല. 2 തരം അവധൂതന്മാരുണ്ട്. അവധൂതൻ എന്ന് പറഞ്ഞാൽ യാതൊരു തരത്തിൽപ്പെട്ട ലോകമര്യാദയെയും സ്വീകരിക്കാതെ എല്ലാ വ്യവഹാരങ്ങളെയും കഴുകിക്കളഞ്ഞ് അഥവാ അജ്ഞാനാവരണത്തെ കഴുകിക്കളഞ്ഞ് കഴിയുന്നവനാണ്. അവധൂയ സർവം വർത്തതേതി. എല്ലാത്തിനെയും കഴുകിക്കളഞ്ഞ് വർത്തിക്കുന്നവനാണ് അവധൂതൻ. അപ്പോൾ ഒരു വിജ്ഞാനിയായ ബ്രഹ്മനിഷ്ഠനായ ഒരു മഹാൻ, ബ്രഹ്മനിഷ്ഠനായ ഒരു മഹാൻ 2 തരം ജീവിതചര്യകളെ സ്വീകരിക്കാം. 1, അയാൾ ലോകമര്യാദകളെ അംഗീകരിക്കാം. 2, ലോകമര്യാദകളെ അംഗീകരിക്കാതിരിക്കാം. ലോകമര്യാദകളെ അംഗീകരിച്ചാൽ ചോദിച്ചതിന് മറുപടി പറയുക, ചിരിച്ചാൽ തിരിച്ച് ചിരിക്കുക, ചോദിച്ചാൽ മറുപടി അങ്ങനെയൊക്കെ അല്ലേ? കുളിക്കുക, പല്ല് തേക്കുക, കക്കൂസ് പോവുക, കഴുകുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ, ലോകവ്യവഹാരങ്ങൾ. തനിക്ക് അറിയുന്നത് മറ്റൊരാൾക്ക് വേണിച്ചാൽ പറഞ്ഞു കൊടുക്കാം, വേണ്ടച്ചാൽ പറഞ്ഞു കൊടുക്കണ്ട. പക്ഷെ ലോകവ്യവഹാരം അംഗീകരിക്കും. അയാൾ മനസ്സിലായി വിചാരിക്കുക, അത് ലോകവ്യവഹാരം അംഗീകരിക്കും. ഇനി അയാൾ തന്നെ ലോകവ്യവഹാരം അംഗീകരിക്കാതിരിക്കാം. അങ്ങോട്ട് നോക്കി ചിരിച്ചാൽ നോക്കിയിരിക്കുന്നു, ചോദിച്ചാൽ മറുപടി പറഞ്ഞോളണം നിയമമൊന്നുമില്ല. കക്കൂസ് പോയാൽ കഴുകണം നിയമമില്ല, പല്ലേക്കണം നിയമമില്ല, കുളിക്കണം നിയമമില്ല. അനിയമമാണ്. അയാൾ കൃതാർത്ഥനായിട്ട് അങ്ങനെ ആനന്ദമഗ്നനായിട്ടിരിക്കും. ആ അവധൂതൻ വിജ്ഞാനിയാണ്, സംശയമില്ല. ഇതാണ് ഒരവധൂതൻ. രണ്ടാമത്തത് ഉച്ചകോടിയിൽപ്പെട്ട വൈരാഗ്യം. ഉച്ചകോടിയിൽപ്പെട്ട വൈരാഗ്യം സ്വായത്തമായതുകൊണ്ട് ഈ ലോകത്തിൻ്റെ വ്യവഹാരങ്ങളൊന്നും അംഗീകരിക്കാത്ത അവസ്ഥ. വിരക്തിയുടെ വൈരാഗ്യത്തിൻ്റെ പരമാവധിയിൽ പരാകാഷ്ഠയിലിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് അയാൾ ലോകമര്യാദകളെ ഒന്നും അംഗീകരിക്കുന്നില്ല. അയാൾ വിജ്ഞാനിയാണോ? ആണെന്നർത്ഥമില്ല. അയാൾ വിരക്തിയുടെ വൈരാഗ്യത്തിൻ്റെ ഉച്ചാവസ്ഥയിൽ ഇരിക്കുന്നു എന്നേ അർത്ഥമുള്ളൂ. അയാൾ വിജ്ഞാനിയാണെന്ന് അർത്ഥമില്ല, അയാൾ ബ്രഹ്മനിഷ്ഠനാണെന്ന് അർത്ഥമില്ല. അതുകൊണ്ട് പുറമെ കണ്ടിട്ട് ഇതൊന്നും പറയാൻ നമുക്ക് സാധിക്കില്ല എന്ന് മനസ്സിലാക്കുക. അതാണ് പറയാനുള്ളത്.